ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു വളകാപ്പ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം രാത്രിയിൽ ചെറിയ പരിപാടികളൊക്കെയുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. തലേ ദിവസം അധികമൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള അലങ്കാരപ്പണിയിലാണ് ഇപ്പോൾ ഇതാണല്ലോ എല്ലായിടത്തും ട്രെൻഡിങ്. വാഴയില വെച്ചിട്ട് അതിൻ്റെ പുറത്ത് പൂവൊക്കെ കുത്തി നല്ല ഭംഗിയായിട്ട് റെഡിയാക്കി എടുക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്. അപ്പോൾ നമ്മളും അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ട് ഇനി നാളെ രാവിലെ നമ്മൾ അങ്ങോട്ട് വീണ്ടും പോവും. അപ്പോൾ ശരിക്കും ഞായറാഴ്ചയാണ് പരിപാടി, ഫെബ്രുവരി 9 ഞായറാഴ്ച. അന്ന് തന്നെ നമുക്ക് വേറെയും പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഒരു 10:30 ആയപ്പോൾ അവിടെ ചെന്നിട്ടുണ്ട്. അപ്പം വെൽക്കം ഡ്രിങ്കിൻ്റെ പരിപാടി നമ്മളാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇത് ശരിക്കും ഫാഷൻ ഫ്രൂട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിലും നമ്മൾ അതിലേക്ക് പൈനാപ്പിളൊക്കെ കൂടി ഇട്ട് അടിപൊളിയായിട്ടൊരു ഡ്രിങ്കാണ് തയ്യാറാക്കി കൊടുക്കാൻ പോകുന്നത്. 2 പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഇത് അരിപ്പയിലിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ഫാഷൻ ഫ്രൂട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു പൈനാപ്പിൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. അത് അടിച്ചെടുക്കണ്ട, കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ കുറച്ച് കസ്കസ് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഐശ്വര്യയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഐശ്വര്യയുടെ വളകാപ്പാണ് നടക്കുന്നത്. 7 മസ്തി കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ നമ്മളൊക്കെ ഇനി ആ പൈനാപ്പിൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി വളരെ സ്പീഡിലായിരിക്കും കാര്യങ്ങളൊക്കെ, കാരണം അവർ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഇനി അവർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മളിനി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന തണുത്ത വെള്ളം, ഐസൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഒട്ടും കുരു ഇല്ലാതെയും തരിയില്ലാതെയൊക്കെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചൊന്ന് അടിച്ചൊഴിച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഫാഷൻ ഫ്രൂട്ടിൻ്റെ മധുരം തന്നെ അധികമായിട്ടും ഉണ്ടാകും. പിന്നെ പൈനാപ്പിളിനുമൊക്കെ മധുരമുള്ളതല്ലേ, അപ്പം നോക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിനി ഇവർക്കൊക്കെ കൊടുക്കാം. അപ്പോൾ അടിപൊളി വെള്ളമായിരുന്നു എന്നാണ് എല്ലാവരും അഭിപ്രായമൊക്കെ പറഞ്ഞത്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ചടങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അവർ വന്നതിന് ശേഷം എല്ലാം അറേഞ്ച് ചെയ്യുവാണ്. അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ്, ഞാനെന്നല്ല നമ്മുടെ കൂട്ടത്തിലുള്ള മിക്കവരും ഇത് ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം നമ്മളൊക്കെ ആ സമയത്തൊന്നും ഇത് അത്ര വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമല്ല. നമുക്കിങ്ങനെ വളകാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. ഇപ്പോൾ ഇത് പൊതുവെ എല്ലാവരും നടത്തുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. അപ്പോൾ അവർ വന്നതിന് ശേഷം ഇതിങ്ങനെയുള്ള പലഹാരങ്ങൾ, അവർ കൊണ്ടുവന്ന പലഹാരങ്ങൾ ഓരോ പാത്രത്തിലാക്കി ഇങ്ങനെ വെച്ചു. പിന്നെ മഞ്ഞൾ, പനിനീര്, പിന്നെ മധുരം എന്തെങ്കിലും വെക്കുക. പിന്നെ പൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് അവർ റെഡിയാക്കി വെച്ചത്. പിന്നീട് അമ്മയും നാത്തൂനും കൂടെ വേണം പെണ്ണിനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്താനെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചിട്ട് അപ്പച്ചിയും അഞ്ചുമ്മയും കൂടെ കൂടിയിട്ട്, അഞ്ചുമ്മയെന്ന് പറഞ്ഞാൽ അപ്പച്ചിയുടെ മോളാണ്, അപ്പോൾ കൂടിയിട്ട് കൊണ്ടുവന്ന് ഇരുത്തി. പിന്നെ ചെറുക്കനെയും കൂടെ ഇരുത്തിയിട്ടാണ് ഈ ചടങ്ങുകളൊക്കെ നടത്തിയത്. അപ്പോൾ അവർ രണ്ടുപേരുടെയും പേര് ഞാൻ പറഞ്ഞില്ല. ഐശ്വര്യ എന്നാണ് പെണ്ണിൻ്റെ പേര്, നമ്മുടെ ചെക്കൻ്റെ പേര് അർജുൻ എന്നാണ്. ഇനിയിപ്പോൾ എന്താ ഇവിടെ നടക്കാൻ പോകുന്നതെന്നൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാം എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇതിൽ നമുക്കും പങ്കുചേരാം. എല്ലാവിധ ഐശ്വര്യങ്ങളും 2 പേർക്കും ഉണ്ടാകട്ടെ, നല്ലൊരു ബേബി ഉണ്ടാകട്ടെ. അതൊക്കെയാണ് നമുക്ക് ഈ സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. അപ്പോൾ 2 പേർക്കും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ 2 പേരെയും. അങ്ങനെ വളകാപ്പ് ചടങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം.
അപ്പോൾ നമ്മുടെ വളകാപ്പ് ചടങ്ങ് ഏകദേശമൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മളിനി ചെറുക്കൻ്റെ ഭാഗത്തു നിന്നും പെണ്ണിൻ്റെ ഭാഗത്തു നിന്നും ഉള്ളവർക്കൊക്കെ ചെന്നിട്ട് ഇതുപോലെ വളയിട്ട് കൊടുക്കാം. അതുപോലെ അവർക്ക് മഞ്ഞൾ തേച്ച് കൊടുക്കുക, കുറി തൊട്ട് കൊടുക്കുക, അവരനുഗ്രഹിക്കുക. അതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. അതുപോലെ ഞാനും പോയി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മിക്കവരും അവിടെ ഉണ്ടായിരുന്നവരൊക്കെ പോയി ചെയ്ത് അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് ശേഷം ഒരു 1:30-2 മണിക്കുള്ളിലാണ് ഐശ്വര്യയ്ക്ക് വീട്ടിലേക്ക് പോകേണ്ട സമയം. അപ്പം ഞങ്ങൾക്ക് ഇതിനിടയ്ക്ക് തന്നെ ഒരു പെരവാസൂലിയുണ്ട്. അതും നമുക്ക് ഒട്ടും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരാളുടെ പെരവാസൂലിയാണ്. അപ്പോൾ ഇത്രയും കണ്ടതിനൊക്കെ ശേഷം ഇതെല്ലാം ചെയ്തതിന് ശേഷം ഐശ്വര്യ ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് നമ്മളവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് ആ വീഡിയോ മിസ്സായിട്ടുണ്ട്. കുഴപ്പമില്ല, ഇത്രയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയത് തന്നെ ഭയങ്കര സന്തോഷം. കാരണം ഇതിൻ്റെ പുറകിൽ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ഒത്തിരി. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാനങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം നമുക്ക് ആദ്യമേ ഒരു ഇതുണ്ടല്ലോ. പിന്നെ പയ്യനെ നമ്മുടെ ഫാമിലിയുള്ളവരൊക്കെ അറിയാൻ തുടങ്ങി. ഞാൻ ജസ്റ്റ് ഒരു ചാനൽ തുടങ്ങുക എന്നുള്ളൊരു ഉദ്ദേശമുള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടെല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്കത് മനസ്സിലായി നമ്മുടെ കൂട്ടത്തിലുള്ളവരെയും കൂടെ അറിയിക്കണം. അങ്ങനെ ഞാൻ 1-2 പേരോട് പറഞ്ഞു. പിന്നെ അവരൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ് എൻ്റെ ചാനൽ ഇപ്പോൾ ഇത്രയും വളർന്നത്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്നാലും നമുക്ക് പൈസയൊന്നും കിട്ടാൻ തുടങ്ങിയില്ല. എന്നാലും നമുക്കത് ഇത്രയും ആക്കി തന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ സമയത്ത് ഞാനൊരു നന്ദി പറയുവാണ്. കാരണം ഇങ്ങനെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട്, കാരണം ചെയ്യണമെന്ന് നമ്മളെ കുറേ ഫ്രണ്ട്സുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്. ഒത്തിരി എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന്. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ മാക്സിമം നമുക്ക് വീഡിയോ ഇടാൻ എനിക്ക് പറ്റുന്നത്. എന്നോട് എപ്പോഴും പറയും കുക്കിംഗ് വീഡിയോ അല്ലാതെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടണം. കാരണം എൻ്റെ ഫ്രണ്ട്സ് കുറേ ദൂരത്തുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എന്നെ കാണാനും എൻ്റെ നാട് കാണാനും ഒക്കെ ഇതിലെ കൂടെ പറ്റുന്നുള്ളൂ. അപ്പോൾ നീ അങ്ങനെ ഇടണം എന്നൊക്കെ നമ്മളെ വീഡിയോ ഇടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ അതാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഞാൻ പിച്ച വെച്ച് തുടങ്ങുന്നതേ ഉള്ളൊരു വീഡിയോ എടുത്ത്, അല്ലെങ്കിൽ ഇപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഞാനിങ്ങനെ ഫോൺ കൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ എനിക്കൊരു ഫോൺ അങ്ങനെ പിടിച്ചെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതൊക്കെ പതിയെ മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പയ്യനെ മാറ്റി ഞാൻ നന്നായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഇതുപോലെ തന്നെ എൻ്റെ കൂടെ വേണം. പിന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വരുമാനം എന്തെങ്കിലും കിട്ടാൻ തുടങ്ങിയോന്ന്. ഇതുവരെ കിട്ടാൻ തുടങ്ങിയിട്ടില്ല. അതിൻ്റെ പകുതി ഭാഗം പോലും ആയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പിച്ച വെച്ച് തുടങ്ങിയിട്ട് 2 വർഷമായെങ്കിലും നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടൊന്നും വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. ഓരോ തടസ്സങ്ങൾ കാരണം ഇതുവരെ നമുക്ക് അതിലോട്ട് എത്താൻ സാധിച്ചിട്ടില്ല. ഒരു വരുമാന മാർഗ്ഗത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് തുടങ്ങിയത്. ഞാൻ അവിടം വരെ എത്തുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അറിയിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരുടെയും കൂടെ വേണം. നമ്മളിപ്പോൾ ആ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തന്നെ റൂമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മക്കളാണ് ഇരിക്കുന്നതെല്ലാം. അപ്പോൾ ഇങ്ങനെ ചടങ്ങുകൾ വരുമ്പോഴേക്കും നമുക്ക് എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഇരുന്ന് കുറച്ച് സമയം നമ്മൾ 1 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് പോരാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും നമുക്ക് ഈ പെരവാസിൽ വീട്ടിൽ വന്നേ പറ്റൂ എന്നുള്ളൊരു ഉള്ള ആളാണ് നമ്മുടെ ചേച്ചിയാണ്. അപ്പം നമ്മൾ അവിടുന്ന് ഒരു 1:15 ആയപ്പോൾ ഇറങ്ങിയിട്ട് നേരെ പെരവാസൂലി വീട്ടിൽ വന്നു. നല്ലൊരു വീടാണ്, നമുക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ ഒരു സ്ഥലത്തിനോടും നമുക്കൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കാരണം ഈ നിൽക്കുന്ന വീട് നമ്മുടെ എൻ്റെ 2ാമത്തെ മോളുടെ ബർത്ത്ഡേ നടന്ന സമയത്താണ് ഇവിടെ വീട് പണി തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നേരെ കാണുന്ന കായലാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ മേളിൽ ഒരു റൂമേ ഉള്ളൂ, താഴെ 2 റൂമും. ഇനി ഇവിടെ നമുക്ക് പതിയെ 2 റൂമൊക്കെ എടുക്കാൻ പറ്റുന്ന സ്പേസ് ഇട്ടിട്ടാണ് അവരത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു നമ്മുടെ മോളുടെ ബർത്ത്ഡേ. അന്നും ഞാൻ ഇതുപോലെ എനിക്ക് യൂട്യൂബ് ചാനലുള്ള സമയമാണ്, പക്ഷേ എനിക്ക് അന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം മോൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും മോളുടെ ബർത്ത്ഡേക്ക് ആണെങ്കിലും നമ്മൾ തന്നെയാണ് ഫുഡ് തയ്യാറാക്കിയത്. നമ്മൾ പുറത്ത് കൊടുത്തല്ല, നമ്മൾ സാധനങ്ങൾ വാങ്ങി നമ്മൾ തന്നെ തയ്യാറാക്കി വന്നവർക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റേതായ തിരക്കുകൾ നമുക്കുണ്ടായിരുന്നു. അതിനിടയിൽ വീഡിയോ എടുക്കണമെന്ന ആഗ്രഹമുള്ളിലുണ്ടെങ്കിലും വീഡിയോ എടുക്കാൻ തീരെ പറ്റിയില്ല. പിന്നെ ആ സമയത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊന്നും അന്ന് അറിയില്ല എനിക്ക് യൂട്യൂബ് ചാനലുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അന്നേ അറിഞ്ഞിരുന്നെങ്കിൽ അതൊക്കെ ഇപ്പോൾ എടുത്തു പോയേനെ എന്ന് ഞാൻ ഈ സമയത്തൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്.
അപ്പോൾ ഇനി സാരയില്ല, ഇനിയുള്ള പരിപാടികൾ കംപ്ലീറ്റ് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. അങ്ങനെ വീടൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയും തന്നിട്ടും കൂടെ വർഷങ്ങളായിട്ട് ഒരു റിസോർട്ടിലാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ അമ്മയെ തന്നെയാണ് ചേച്ചി. അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്നേഹം എപ്പോഴും ചേച്ചിക്ക് ഞങ്ങളോടും ഉണ്ട്. നമ്മുടെ ദുഃഖത്തിലും സന്തോഷത്തിലൊക്കെ നമ്മുടെ കൂടെ ഒരുപോലെ നിൽക്കുന്ന ചേച്ചിയാണ്. അപ്പം നമുക്ക് ഇത് ബർത്ത്ഡേക്ക് അന്ന് റെഡിയാക്കി തന്നതും ചേച്ചി തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടാണ് ഈ സ്ഥലത്ത് നിന്ന് അന്ന് ബർത്ത്ഡേ കഴിഞ്ഞ് പോയത്. ഇപ്പോഴും എല്ലാവരും അതേക്കുറിച്ച് പറയുക, ഈ ഒരു സ്ഥലത്തെക്കുറിച്ച്. അപ്പോൾ ഈ ഒരു സ്ഥലം നമ്മൾ എടുക്കുന്ന സമയത്ത് ബർത്ത്ഡേക്ക് എടുത്തപ്പോൾ നമ്മൾ വന്ന് ഈ ഭാഗമൊന്നും കണ്ടിട്ടില്ലായിരുന്നു, കാരണം നമ്മളന്ന് തിരക്കിലാണല്ലോ. അപ്പോൾ അന്ന് ഫംഗ്ഷന് വന്ന എല്ലാവരും ഇവിടെയൊക്കെ വന്ന് കാണുകയും സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു, അതിലൊക്കെ കയറുകയും അവർ നന്നായി ആഘോഷിച്ചിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ നമുക്ക് ഇന്നാണ് അതിനൊരു ടൈം കിട്ടിയത് ഇതൊക്കെ വന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഭംഗിയാണ്, ഒത്തിരി സ്ഥലമുണ്ട്. നൈറ്റ് നടത്താനും നമ്മുടെ ഈ പകൽ നടത്താനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു ഏരിയയാണിത്. അപ്പോൾ കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമുക്കിനി കഴിക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. കാരണം അച്ഛനും മോക്കും തീരെ വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെല്ലാം, അവർക്ക് രണ്ടുപേർക്കും ഒന്ന് കിടക്കണം എന്നാണ് അവരുടെ ആവശ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധിക സമയം അവിടെ നിന്നില്ല. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ചോറും ചിക്കൻ, മീൻ അങ്ങനെയുള്ള ഫുഡായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇന്നത്തെ 2 ഫംഗ്ഷനും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.